ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നാടൻ ചക്കക്കുരു മെഴുക്കുപുരട്ടിയാണ്. അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മേലെയുള്ള തൊലി മാറ്റി അത് നീളത്തിൽ മുറിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഒരു ചക്കക്കുരു എടുത്ത് അതിനിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഈസി ആട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ? എന്നിട്ട് ഇതിനെ ഒന്നുകൂടെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തോല് കളയാനായിട്ട് വളരെ എളുപ്പമാണ്. കണ്ടോ? കഴിഞ്ഞു. ഇതിൻ്റെ ബ്രൗൺ കളറിലെ ആ തൊലി കളയണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് ഈ ബ്രൗൺ കളറുള്ള സ്കിൻ ഉണ്ടല്ലോ, അതാണ് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ആരും അങ്ങനെ അത് കളയാറില്ല. കണ്ടോ? ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ തോല് കളഞ്ഞെടുക്കാം. ഇതുപോലെ നമുക്ക് ഇത് മുഴുവനും തോല് കളഞ്ഞെടുക്കാം. കണ്ടോ? ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേഗം ഇത് ചക്കക്കുരുവിൻ്റെ തോല് കളഞ്ഞെടുക്കാം. കണ്ടോ? നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചക്കക്കുരുവൊക്കെ ആണെങ്കിൽ ഇപ്പം ഇത് ചെറുതാട്ടോ. ചെറുതാണെങ്കിൽ നിങ്ങൾ 4ആയിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല. കണ്ടത് മുറിക്കുമ്പോൾ തന്നെ പോകുന്നു. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ചക്കക്കുരും കണ്ടോ, ഇത് വീതിയുള്ള ചക്കക്കുരുവാണ്. അപ്പം ഇതിനെ 4ആക്കാം. ഇങ്ങനെ 4ആക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വേഗം തന്നെ തോല് പോരും എന്നുള്ളതാണ് നമുക്കൊരു എളുപ്പമാർഗം. ഇപ്പോൾ ഞാൻ ചക്കക്കുരു എല്ലാം നീളത്തിൽ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് മെഴുക്കുപുരട്ടി തയ്യാറാക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് ഇടാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒപ്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവുന്നതിന് ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരു ചെറിയ കപ്പ് മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ പ്രഷർ കളയണം. കളഞ്ഞില്ലെങ്കിൽ നമ്മൾ നേരിയതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഉടഞ്ഞു പോകാൻ ഇടവരരുത്. അപ്പോൾ വിസിൽ വന്ന ഉടനെ തന്നെ അതിൻ്റെ പ്രഷറെല്ലാം നമുക്ക് കുത്തിക്കളയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു കടായിലോ വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് സമയം പിടിക്കും. കുക്കറിലാവുമ്പോൾ ഈസി ആയിട്ട് കഴിയും. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ വിസിൽ വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് മുളകും ചതച്ച മുളകുണ്ടല്ലോ അതും കൂടെ നമുക്ക് കുത്തി ചതച്ചെടുക്കാം. ഇപ്പോൾ ഒരു വിസിൽ വന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ പ്രഷർ കളയണം. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറെല്ലാം പോയി. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ? നമ്മുടെ ചക്കക്കുരു നന്നായി വെന്തിട്ടുണ്ട്. ഉടഞ്ഞൊന്നും പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒറ്റ വിസിൽ വന്നപ്പോൾ തന്നെ അതിൻ്റെ പ്രഷർ കുത്തിക്കളഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ കുത്തിക്കളയാൻ പറ്റിയില്ലെങ്കിൽ പൈപ്പിൻ്റെ താഴെ കുക്കർ വെച്ചിട്ട് ടാപ്പ് തുറന്നിട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയി കഴിയുമ്പോൾ നമുക്ക് തുറക്കാം കേട്ടോ. ഇതിപ്പോൾ വളരെ ഈസി ആയിട്ട് നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടി. ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ കല്ലിലേക്ക് ഇട്ടിട്ട് ചതച്ചെടുക്കണം. അതോടൊപ്പം തന്നെ ചില്ലി ഫ്ലേക്സും ഇടണം. മുളകൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ചതച്ച മുളക് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടിത് ചതച്ചെടുക്കണം.
നന്നായി ചതച്ചെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ചില്ലി ഫ്ലേക്സ് ഒക്കെ കൂടി ഇടാം. അതോടൊപ്പം തന്നെ കറിവേപ്പിലയും ഇടാം. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളിയും ഈ വെളുത്തുള്ളിയും ഒക്കെ ഇതിനകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വരണം. ഇപ്പോൾ ഉള്ളിയും വേപ്പിലയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. മുളകൊക്കെ കണ്ടോ, നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് നമ്മൾ ചക്കക്കുരു വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടി ഇടണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നാടൻ ചക്കക്കുരു മെഴുക്കുവരട്ടി റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ നാടൻ ചക്കക്കുരു മെഴുക്കുവരട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി ഉടനെ കാണാം. താങ്ക് യു.